Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? യെസ് മാം, ക്ലിയർ. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? യെസ്. സതീച്ച് ഇട്ടിട്ടുണ്ട്. യെസ്. ഓക്കെ, എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വായിച്ചു പോവാട്ടോ. ഇനിയിപ്പോ എല്ലാ ക്ലാസ്സിലും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഡീമെറിറ്റ്സ് ആണ് പറഞ്ഞത് അല്ലെ? ഡീമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിന് എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? റെസ്ട്രിക്റ്റഡ് ചോയ്സ്, ദെൻ ഇൻബ്രീഡിങ്, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്. ക്ലിയർ അല്ലേ? 4 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഈ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Organization can fulfill the job position from outside through the following methods or technique. ജോബ് പൊസിഷൻ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഫുൾഫിൽ ചെയ്യുന്നത്? എങ്ങനെയാ? ഔട്ട്സൈഡ്, പുറമേ നിന്ന്. അതായത് കമ്പനിയുടെ ഉള്ളിലുള്ളവരല്ല, പുറമേ നിന്നാണ് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് പുറത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് 3 രീതികളാണ് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. അത് നോക്കി വെക്കുക. അതിന്റെ സബായിട്ട് പഠിക്കാനുണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റില് 3 രീതികള്. ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഒന്നാമത്തെ നോക്കി, ഡയറക്റ്റ് മെത്തേഡ്സ്. ഡയറക്റ്റ് മെത്തേഡ്. In this method, the recruiters are sent to educational and professional institution in order to build a public contact and exhibits. ണ്ടോ? എന്ത് ചെയ്യുന്നു? ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്രൂട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ആർ സെന്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലെ? എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റിക്രൂട്ടേഴ്സിനെ അയക്കുന്നു. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ബിൽഡ് പബ്ലിക് കോൺടാക്ട് ആൻഡ് എക്സിബിറ്റ്സ്. അവിടെ കാൻഡിഡേറ്റ്സുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതിന്, അല്ലെ, പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഒരു പബ്ലിക് കോൺടാക്ട് ആൻഡ് എക്സിബിറ്റ്സ് അത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റിക്രൂട്ടേഴ്സിനെ നേരിട്ട് അയക്കുന്നു. എങ്ങോട്ടേക്ക്? എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വേരിയസ് ഡയറക്റ്റ് മെത്തേഡ്സ് ആണ്. ഇവിടെ നമ്മൾ പല തരത്തിലുള്ള ഡയറക്റ്റ് മെത്തേഡുകളാണ് ഈ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ എന്താ? റിക്രൂട്ടേഴ്സ് ആർ സെന്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു ബിൽഡ് എ പബ്ലിക് കോൺടാക്ട് ആൻഡ് എക്സിബിറ്റ്സ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇനി ഡയറക്റ്റ് മെത്തേഡ്സിൽ നമുക്ക് 3 രീതികളാണ് അവിടെ പഠിക്കാനുള്ളത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കൗട്ടിംഗ് ആൻഡ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. 3 രീതികള്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നിങ്ങളൊക്കെ പഠിച്ചപ്പോഴൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നോ? ക്യാമ്പസിൽ വന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. യെസ്, ഖദീജ ഇവിടെ ഇട്ടിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ എന്താണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ റിക്രൂട്ടേഴ്സ് വിസിറ്റ് ദ ക്യാമ്പസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഓഫ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്ത് ചെയ്യുന്നു? റിക്രൂട്ടേഴ്സ് വിസിറ്റ് ചെയ്യും നേരെ ക്യാമ്പസിൽ, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സെൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലേസ്മെന്റ് സെൽസിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ റിക്രൂട്ടേഴ്സ് നേരിട്ട് വിസിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? സച്ച് ആസ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് കോളേജസ്. എന്തിനു വേണ്ടിയാ അവര് വരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ അവര് വരുന്നത്? റിക്രൂട്ടേഴ്സ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? In order to get the qualified candidates. ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് അതിനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, അവര് നേരിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നു? സെലക്ഷന് വേണ്ടിയിട്ട്, അല്ലെ, നേരിട്ട് ക്യാമ്പസിലേക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്ലേസ്മെന്റ് സെല്ലിലേക്ക് റിക്രൂട്ടേഴ്സ് എത്തുന്നു, വിസിറ്റ് ചെയ്യുന്നു. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് എ മെത്തേഡ്. ആ സെന്റൻസ് അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ വിസിറ്റ് ദ ക്യാമ്പസ് എന്ന് കാണും പറയാലോ. ഏതാ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ അല്ലേ അത്? ഇനി റിക്രൂട്ടേഴ്സ്, ആ സെന്റൻസ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് വരെ അണ്ടർലൈൻ ചെയ്ത് വെച്ചാണ് കേട്ടോ, ബ്രാക്കറ്റ് ഇട്ട് വെച്ചു.
Recruiters get a large number of candidates to choose from, and candidates can select the post which suits them from the available job option. In recruiters in the campus എന്ത് കിട്ടും? ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെ, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മുടെ ആ ജോലിക്ക് വേണ്ട കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാനായിട്ട് റിക്രൂട്ടേഴ്സിന് പറ്റും. അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിന് ആ ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്ന് അവർക്ക് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ സെലക്ട് ദ പോസ്റ്റ്, അല്ലെ, പോസ്റ്റ് സെലക്ട് ചെയ്യാം which suit them from the available job option. അവിടെ ലഭ്യമായിട്ടുള്ള ജോബ് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മുടെ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏറ്റവും നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള പോസ്റ്റ് കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് റിക്രൂട്ടേഴ്സിന് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിന് കിട്ടും, അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് എന്താണ്, അവിടെ കുറെ ജോബ് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ ആണ് അല്ലെ? രണ്ടാമത്തെയാണ് സ്കൗട്ടിങ്. അതും ഒരു ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ഇതാണ് സ്കൗട്ടിങ്. സ്കൗട്ടിങ് എന്ന് വെച്ചാൽ എന്താ നോക്കിയേ? Scouting is a method in which representatives are sent by the Human Resource Department to those places where recruitment activities are going on. Underline ചെയ്യാട്ടോ. ഈ റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ, റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ പ്രതിനിധികളെ അയക്കുന്നു. ഉണ്ടോ? എങ്ങോട്ടാ? റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി നടക്കുന്ന പ്ലേസിലേക്ക് ഉണ്ടോ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുക ചെയ്യുന്നത്. അതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. It's a method in which the representatives are sent by the Human Resource Department to those places where the recruitment activities are going on. റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്ലേസിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുന്നു. They get in contact with the prospective candidates who are searching for the job. അവിടെ എന്താ? ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ? അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അവരുമായിട്ട് അവരൊരു കോണ്ടാക്ട് ചെയ്യുന്നു. അതുപോലെ ആപ്ലിക്കൻസ് ഗോ ത്രൂ ആൻ ഇനിഷ്യൽ ഇന്റർവ്യൂ. ആപ്ലിക്കൻസ് ഇനിഷ്യൽ ഇന്റർവ്യൂയിലൂടെ പോകുന്നു. ദെൻ അഥവാ നോക്കി അതിന് എക്സാമ്പിളുകളാണ് പറഞ്ഞേക്കുന്നത്. സ്കൗട്ടിങ്ങിന് എക്സാമ്പിൾ ആണ് ജോബ് ഫെയർ, ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ് ആൻഡ് സം ഓഫ് അതർ വേ ഓഫ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. ഈ സ്കൗട്ടിംഗ് പറഞ്ഞ മെത്തേഡിന്റെ മറ്റു മാർഗങ്ങള്, മറ്റു രീതികളാണ് ജോബ് ഫെയർ. കേട്ടിട്ടില്ലേ? ജോബ് ഫെയർസ്, വിവിധ കമ്പനികള് ജോബ് ഫെയർ നടത്തുന്നത്. പിന്നെ അത് ഇൻഡോക്ട്രിനേഷൻ സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവയർനെസ് ഒക്കെ കിട്ടുന്ന ഇതില്ലേ, അതാണ് ഉപദേശിക്കുന്ന. ഈ നമുക്കൊരു ബ്രെയിൻ വാഷ്, നമ്മൾക്ക് എന്താ പറയാ, ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമിനാറുകൾ, ഇതാണ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്. പ്രബോധനം, നമുക്കൊരു അവയർനെസ് ഒക്കെ കിട്ടുന്ന സെമിനാറുകള്, ജോബ് ഫെയറുകള്, ഇതൊക്കെ ഏതിന്റെയാണ്? അവയർനെസ് പ്രോഗ്രാം. ശരിയാണ് കേട്ടോ. അവയർനെസ് പ്രോഗ്രാംസ്, അവയർനെസ് സെമിനാറുകൾ, ഇതൊക്കെ ഈ മറ്റൊരു മെത്തേഡാണ്. ഇതിന്റെ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ മറ്റു മാർഗങ്ങളാണത്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേനെ കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് ആ സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? അവരൊരു കോണ്ടാക്ട് വരുന്നു. ആപ്ലിക്കൻസ് ഇനിഷ്യൽ ഇന്റർവ്യൂസിലൂടെ കടന്നു പോകുന്നു അവിടെ. ഇനി അടുത്തതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്, അതും ഒരു ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇൻ വിച്ച് എ നോട്ടീസ് ഈസ് പോസ്റ്റഡ് ഔട്ട്സൈഡ് ദ ഫാക്ടറി ഗേറ്റ്. എന്ത് ചെയ്യും? ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യുന്ന, ഫാക്ടറി ഗേറ്റിന് പുറത്ത് ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യും. സ്റ്റാർട്ടിംഗ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വേക്കൻസി. എന്താണ് നോട്ടീസിലുള്ളത്? എന്താണ് ആ പോസ്റ്റിലുള്ളത്? നോട്ടീസ് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ നോട്ടീസിൽ എന്താ ഉള്ളത്? ജോബ് വേക്കൻസി. ഏതാണ് ജോബ് വേക്കൻസി? അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങള്, അല്ലെ? അതൊക്കെ ഉൾപ്പെടുന്ന ഇന്ന ജോബ്, ഏത് പോസ്റ്റ് ഉണ്ടാവും, അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, എത്ര വർഷത്തെ ജോബ് വേക്കൻസിയുടെ
സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു നോട്ടീസ് ഈ ഫാക്ടറി ഗേറ്റിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്തും നിങ്ങൾ ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് in which the note is posted outside the factory gate. ഫാക്ടറി ഗേറ്റിന് പുറത്ത് നോട്ടീസ് പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഏത് മെത്തേഡാ? റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ക്ലിയർ അല്ലേ? മൂന്നെണ്ണം. ആ ഫസ്റ്റ് സെന്റൻസ് നോക്കണം കേട്ടോ. അവിടെ ഡാഷ് ഈസ് എ മെത്തേഡ് എന്ന് പറഞ്ഞു തരും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, പിന്നെ രണ്ടാമത്തെയാണ് സ്കൗട്ടിങ്, മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് നടത്തുന്ന അല്ലെ. ഡയറക്റ്റ് മെത്തേഡ് ആണ് മൂന്നെണ്ണം പറഞ്ഞത്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ്സ് നോക്കിയേ. ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇൻഡയറക്റ്റ് മെത്തേഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങളാ? ഒന്നാമത്തെയാണ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ കാണാറില്ലേ കമ്പനിയുടെ ഓരോ പരസ്യങ്ങളൊക്കെ, അഡ്വർടൈസ്മെന്റ്സ് അല്ലെ? അത് നമ്മൾ അറിയിക്കുന്ന ജോബ് വേക്കൻസി ഉണ്ട്, ഇന്ന പോസ്റ്റിലേക്ക് ഇത്ര ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയിക്കുന്നതാണ് അല്ലെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇൻ മോഡേൺ ടൈംസ് ദിസ് മീഡിയം ഹാസ് ബിക്കം ഈക്വലി വിബ്രന്റ്. വിബ്രന്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, ഊർജ്ജസ്വലമായ ഒരു നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയം തന്നെയാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടല്ലേ നമ്മളത് മേടിക്കാനൊക്കെ പോണത് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ജോലിയാണെങ്കിലും കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറ്റിയ ജോലിയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ശ്രമിക്കും അല്ലെ. ആക്റ്റീവ് എന്നാണ് കേട്ടോ വിബ്രന്റ് എന്ന് പറഞ്ഞാൽ. energetic and creative as a consumer advertising. ഇനി നോക്കിയേ, this advertisement usually provide a brief outline of the job responsibility, compensation package, growth opportunity in the organization, want to reach a large target group and desire a good number of qualified individuals who are cosmopolitan in distribution. ഇന്നൊക്കെ അപ്പൊ ഈ കാര്യങ്ങളാ ഈ അഡ്വർടൈസ്മെന്റിലൂടെ നമ്മൾ ഈ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു രൂപരേഖ, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഔട്ട്ലൈൻ കിട്ടുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ ഇതൊക്കെ ഓരോന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ജോബ് റെസ്പോൺസിബിലിറ്റി, കോമ്പൻസേഷൻ പാക്കേജുകള്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, പിന്നെ അതുപോലെ wanted to reach a large target group and desired a good number of qualified individuals who are cosmopolitan in distribution. അതായത് നമുക്ക് അവിടെ ഒരു വലിയ ലക്ഷ്യ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം, പിന്നെ അതുപോലെ ഒരു നല്ല ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസിനെ അത് ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് അതിന് ഡിസറൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ് കേട്ടോ. വ്യാപിച്ചിരിക്കുന്ന എന്നുള്ളതാണ് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. വിതരണത്തില് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഒരു ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വലിനെ ആഗ്രഹിക്കുന്ന, അതായത് ഇങ്ങനെയുള്ള ധാരാളം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ ആഗ്രഹിക്കുന്നു. അതായത് അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് എന്താണ് ആ ഒരു ജോലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ അവിടെ നമുക്ക് കിട്ടും. നിങ്ങൾ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ? ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അതിനകത്ത് ഏത് പോസ്റ്റ് ആണെന്നുണ്ടാവും, എത്ര വേക്കൻസി ആണെന്നുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് എക്സ്പീരിയൻസ്, ചിലതിനകത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് പറയും ഇത്ര വർഷം എക്സ്പീരിയൻസ് മസ്റ്റ് ആണെന്ന് പറയും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് ജോലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ, ജോബിന്റെ റെസ്പോൺസിബിലിറ്റി, കോമ്പൻസേഷൻ പാക്കേജുകള്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ലക്ഷ്യ ഗ്രൂപ്പിൽ എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ വളർച്ച, ഗ്രോത്ത്, അതിന്റെ അവിടുത്തെ അവസരങ്ങള്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ എന്താ പറയാ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ അവിടെ അഡ്വർടൈസ്മെന്റിലൂടെ കിട്ടുന്നു. ഇനി രണ്ടാമത്തെയാണ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ്. എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ എന്ന് വെച്ചാൽ എന്താ? വ്യാപാര സംഘടനകള് അല്ലെങ്കിൽ ക്ലബുകള്. ക്ലബിലൊക്കെ ഉണ്ടോ? അസോസിയേഷനിലുണ്ടോ? മെമ്പർഷിപ്പ് ഉണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും അസോസിയേഷനിലൊക്കെ? ക്ലബുകളൊക്കെ അവിടെ നോക്കിയേ അവരെന്താ നടക്കുക? മീറ്റിങ്ങുകള്, യെസ്,
കാവേരി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മീറ്റിങ്ങുകള്, കോൺഫറൻസ്, സെമിനാർസ് ആൻഡ് അതർ സോഷ്യൽ ഫംഗ്ഷൻ ഓഫ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ് ആർ മോർ വേ ഓഫ് സ്പോട്ടിംഗ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അപ്പൊ അവരെ ഈ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സംഘടനകൾ അല്ലെങ്കിൽ ക്ലബുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ മീറ്റിങ്ങുകള്, കോൺഫറൻസ്, സെമിനാറുകളൊക്കെ അവിടെ സംഭവിക്കും. അതുപോലെ തന്നെ അതിൽ സോഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ആൻഡ് ക്ലബ്സ്. അപ്പൊ അവരെന്താണ് അപ്പൊ അതുവഴി നമുക്ക് ആ ധാരാളം കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള ഒരു അവസരമാണ്. അത് ആ ഒരു ഏതാണ് ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബുകൾ വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ജോലിയെ കുറിച്ചുള്ള മീറ്റിങ്ങുകളിലൊക്കെ കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ ധാരാളം കാൻഡിഡേറ്റ്സിനെ അവിടെ കിട്ടുകയും ചെയ്യുന്നു. കൂടുതൽ കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള മാർഗങ്ങളായതൊക്കെ. അപ്പൊ അതിന്റെ നിങ്ങൾ നോക്കി വെക്കാട്ടെ, ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബുകൾ വഴി. പിന്നെ അടുത്തതാണ് ഏത്, പ്രൊഫഷണൽ അസോസിയേഷൻസ്. ഇനി പല അസോസിയേഷൻസ് ഇല്ലേ, professional association, bodies of major professional like doctors, engineer, auditors, chartered accountants and managers also provide a abundant opportunity to discover the potential candidates for technical, scientific and managerial employment opportunities. പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രൊഫഷണൽസുകള്, പ്രൊഫഷണൽ അസോസിയേഷൻ, ഡോക്ടർമാരുടെ അസോസിയേഷൻ, എഞ്ചിനീയർമാരുടെ, ഓഡിറ്റേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, മാനേജേഴ്സ്, ഇവർക്കൂടെ ഒക്കെ ഉള്ള അസോസിയേഷൻസ്, പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴി അതെന്ത് ചെയ്യുന്നു, അത് പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് ഒരു ധാരാളം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കിടെ ഈ അസോസിയേഷന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കണ്ടോ? സോ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള, മാനേജറിയൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള അതിന് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഏത്, പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും എന്ത് ചെയ്യുന്നു, ധാരാളം കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങള് ഈ പ്രൊഫഷണൽ അസോസിയേഷൻസിലൂടെയും നമുക്ക് കിട്ടും. ഇനി അടുത്തതാണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്. എന്താണ്, മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങളുണ്ട്. ഇനി നമുക്ക് കാൻഡിഡേറ്റ്സിനെ തരുന്ന മറ്റ് പ്രശസ്തമായ സ്ഥാപനങ്ങൾ. Nowadays, it has become a trend to recruit human resources from well-known firms. അല്ലെ, സ്ഥാപനങ്ങൾ, പല മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Few companies and firms have established a positive reputation on the productivity, efficiency and the industrial harmony. Many firms have made effort to discover appropriate candidates from such firms for filling job position. അടുത്ത് നോക്കിയേ, അപ്പൊ ഇതിനകത്തുണ്ടല്ലോ എന്താ വെച്ചാ, ഈ നമുക്ക് ആ ഒരു പല പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാൻഡിഡേറ്റ്സിനെ തരുന്ന കാൻഡിഡേറ്റ്സിനെ, അതിന് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവര് അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോബ് പൊസിഷനില് നമുക്ക് പല ജോബ് പൊസിഷൻസ് ഉണ്ടാവുമല്ലോ. ജോബ് പൊസിഷൻസിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവര് ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് പല സ്ഥാപനങ്ങളും അവിടെ ശ്രമിച്ചിട്ടുണ്ട്. അത് അവർ മെയ്ഡ് എഫേർട്ട് ടു ഡിസ്കവർ അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ്. അപ്പൊ ഈ സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളും കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള, എന്തിനു വേണ്ടി, ആ ഓർഗനൈസേഷന് ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളും പല ഓർഗനൈസേഷൻസും പല റെപ്യൂട്ടഡ് ഫേംസ് സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇൻഡയറക്റ്റ് ആണ്. നേരിട്ട് കമ്പനി നടത്തുന്ന കാര്യമല്ല അല്ലെ, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡാണ്. നമുക്കത് ഇതിന്റെ സോഴ്സ് ആണ്. ഇൻഡയറക്റ്റ്
ഇതാണ് സോഴ്സസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റില് എക്സ്റ്റേണൽ സോഴ്സില് രണ്ടാമത്തെയാണ് ഇൻഡയറക്റ്റ്. ആദ്യം ഡയറക്റ്റ് പബ്ലിക് നേരിട്ട് നടത്തുന്നത്. ഇത് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മീഡിയേറ്റർ ആയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാവും. അഡ്വർടൈസ്മെന്റ് വഴിയാണ് എന്ത് ചെയ്യാ ജോബ് വേക്കൻസി ഫുൾഫിൽ ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അഡ്വർടൈസ്മെന്റിലൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയിയുടെ ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബുകൾ വഴി പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴി ധാരാളം കാൻഡിഡേറ്റ്സിനെ ആ കമ്പനിക്ക് ലഭിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ പ്രൊഫഷണൽ അസോസിയേഷൻ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങളും ആ കാൻഡിഡേറ്റ്സിനെ ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമങ്ങളും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ഏതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത് ഏതാണ് അത് നോക്കി വെക്കുക കേട്ടോ. ഇൻഡയറക്റ്റ് മെത്തേഡ്സിൽ വരുന്നത് ഏതാണ് പേരുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക അവിടെ. ഇനി അടുത്തതാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പാർട്ടി മെത്തേഡിൽ നോക്കിയേ. The third party method which are most common are as follows. ഏതൊക്കെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്? തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഒരു മൂന്നാമതൊരു കക്ഷിയുണ്ട്. അതായത് ഓർഗനൈസേഷൻ ഉണ്ട്, നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ ഒരാളുണ്ട്. ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നേരെ കമ്പനിയും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള എന്താണ് ഒരു കോണ്ടാക്ട് ആണ് അല്ലെ. നേരെ ക്യാമ്പസിലൊക്കെ പോയി നേരെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലാവുമ്പോൾ കുറച്ച് ഏജൻസികള് അല്ലെങ്കിൽ അസോസിയേഷൻസ് അതുവഴി അല്ലെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നത്. ഇനി ഇവിടെ നോക്കിയേ എന്താണ് തേർഡ് പാർട്ടി മെത്തേഡില് അവിടെ ആ കമ്പനിക്കും കാൻഡിഡേറ്റ്സിനും ഇടയിൽ ആരുണ്ട്, ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട്, മൂന്നാമതൊരാളുണ്ട്. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെയാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങൾ ആരെങ്കിലും ഏതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ബയോഡേറ്റ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി യെസ് ഉണ്ട്. അത് ഏതാണ്, ഒരു തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. അപ്പോ ഈ കമ്പനിയിലെ എന്തെങ്കിലും വേക്കൻസി കാര്യങ്ങൾ വരികയാണെങ്കിൽ കമ്പനി അല്ല നമ്മൾ അറിയിക്കണേ, ആരറിയിക്കും? ആ എംപ്ലോയ്മെന്റ് ഏജൻസി, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് നമ്മൾ അറിയിക്കുന്നത്. ആ ഏജൻസി വഴിയാണ്. അപ്പൊ ആ ഏജൻസിയിൽ നമ്മൾ അത് പറയാൻ എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. They are used extensively and charge very little fees from an applicant. എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനകത്തൊരു ചെറിയ ഫീസ് എക്സ്റ്റെൻസീവ്ലി എന്ന് പറഞ്ഞാൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. അവിടെ ചെറിയ ഫീസ് ആപ്ലിക്കൻസിന്റെ അതിന് മേടിക്കും. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ആള് ഫീസ് അടച്ചാർന്നോ? ഫ്രീ ആയിട്ടല്ലല്ലോ, ഒരു ചെറിയ ഫീസ് അടച്ചിട്ടല്ലേ നമ്മള്. കാവേരിയാണ് ഇട്ടത്. കാവേരി കുഞ്ഞിമോൻ എന്താ പറയാ ഇവിടെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റിൽ ഹരിഷ്മ, ബാലു, പിന്നെ ആരാണ് ഫസ്ന. അപ്പൊ എന്താ ഒരു ചെറിയ ഫീസ് അല്ല, അത് അവര് ഫ്രീ ആയിട്ടൊന്നും ചെയ്യില്ല. പ്രൈവറ്റ് ആണ് അവര്, സ്വകാര്യ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, നമ്മുടെ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ അവര് ചെറിയ ഫീസ് കൊടുത്ത് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിടണം. അപ്പൊ ഏതെങ്കിലും കമ്പനിയിലെ ഒഴിവുകൾ വരുമ്പോൾ അവര് വിളിച്ച് നമ്മളോട് പറയും, ഇന്ന കമ്പനിയിൽ ഒഴിവുണ്ട്, ഇന്ന ദിവസം റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അവര് വഴിയാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, അതാണ് ഒരു തേർഡ് പാർട്ടി ഇടയിലുണ്ടെന്ന് വിചാരിക്കും. They are used extensively and charge very little fees from applicants. ഒരു ചെറിയ ഫീസ് ആപ്ലിക്കൻസിന്റെ അതിന് മേടിക്കും അവര് രജിസ്റ്റർ ചെയ്യുമ്പോഴേ. They focus on specific occupations such as a general office, helper, salesman, technical workers, accountants, computer staff, engineers and executives. ഇങ്ങനെയുള്ള പല ജോലികൾക്കും അങ്ങനെയുള്ള പല പ്രത്യേക ജോലികളും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജോലികള് എന്തെങ്കിലും ഒഴിവുകൾ വരുമ്പോൾ അവര് നമ്മളെ അറിയിക്കും. ആര്?
പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി നമ്മളെ അറിയിക്കും. ദീസ് പ്രൈവറ്റ് ഏജൻസീസ് വർക്ക് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയേഴ്സ്. എംപ്ലോയിക്കും എംപ്ലോയറിനും ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാ? അവിടെ ആക്ട് ചെയ്യുന്നത് ആരാ? പ്രൈവറ്റ് ഏജൻസി ആണ്. അതാണ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ ആ സെന്റൻസ്. ലാസ്റ്റ് ദ പ്രൈവറ്റ് ഏജൻസി വർക്ക് ആസ് എ മിഡിൽ മാൻ. ആരുടെ ഇടയിലാണ് നിൽക്കുന്നത്? എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെ ഇടയില് ഒരു മിഡിൽ മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? നമ്മളൊരു ഏജൻസിയില് നമ്മൾ കുറച്ച് ഫീസ്, ചെറിയ ഫീസേ വരികയുള്ളൂ, ചെറിയ ഫീസ് കൊടുത്ത് നമ്മുടെ ബയോഡാറ്റാസ് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടു. അപ്പൊ ഏതെങ്കിലും വലിയ വലിയ കമ്പനികളിൽ ഒഴിവ് വരുമ്പോൾ ആ ഏജൻസി വഴി നമ്മളെ അറിയിക്കും. അപ്പൊ ഇന്ന ദിവസം റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, നമുക്ക് പോകാമെന്നുള്ള കാര്യം നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടേക്കണല്ലേ. അല്ലാതെ നമ്മുടെ കമ്പനി നമ്മൾ നേരിട്ട് വിളിച്ചു പറയല്ല. അതിന്റെ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് ആരുണ്ട്? തേർഡ് പാർട്ടി ആയിട്ട് അവിടെ ഏതുണ്ട്? പ്രൈവറ്റ് ഏജൻസി ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. അടുത്ത് നോക്കിയേ, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് കേട്ടിട്ടില്ലേ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? 10th കഴിയുമ്പോ അല്ലെ? 10th കഴിയുമ്പോൾ നമ്മൾ 10th പാസ്സായി കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിടും അല്ലെ? പിന്നെ +2 കഴിയുകയാണെങ്കിൽ +2 കഴിയുമ്പോഴും വീണ്ടും 3 വർഷം കൂടുമ്പോഴല്ലേ അത് റിന്യൂ ചെയ്യേണ്ടത്, പുതുക്കിയിടേണ്ടത്. പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും കൂടി എന്താ പറയാ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? അതാണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. അതും ഒരു മിഡിൽമാനുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നമുക്ക് ജോലിയൊക്കെ കിട്ടല്ലേ അല്ലെ? പെർമനന്റ് ആവുന്നില്ല കേട്ടോ, ടെമ്പററി ആയിട്ട് 6 മാസത്തേക്ക്. എന്റെ ഹസ്ബൻഡിനൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ, ഹെൽത്തില് 6 മാസത്തേക്ക് ഉണ്ടായിരുന്നു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് രജിസ്റ്റർ ചെയ്തിട്ട. അപ്പൊ അവിടെ നമ്മുടെ സീനിയോറിറ്റി അല്ലെ, സീനിയോറിറ്റി ബേസിൽ വേക്കൻസി വരുമ്പോൾ അവര് നമ്മളെ വിളിച്ചറിയിക്കും. ചിലപ്പോ ഭാഗ്യമുള്ളവർക്കൊക്കെ ചിലപ്പോ എന്താ പറയാ സ്ഥിരമായിട്ട് ചിലപ്പോ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ ടെമ്പററി ആയിട്ട് നമുക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്ത് വിളിച്ച് നിങ്ങളുടെ വീട്ടിലോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ അങ്ങനെ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടിട്ട്? ഞാനും ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടതല്ലാതെ വിളിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ പുതുക്കിയിട്ടുണ്ട് 3 വർഷം കൂടുമ്പോ. എല്ലാവരും ചെയ്തില്ലേ? 10th കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിടും. ഓക്കെ, വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട. Okay, these are also known as employment or labor exchange. Employment exchange or labor exchange എന്നറിയപ്പെടുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. State or public employment agencies are also known as employment or labor exchange. They provide a clearing house for jobs and job information along with a wide range of services such as counseling, job searching, and the information about the labor market, workers and pay rates. അപ്പൊ ഇതിനെ സംബന്ധിക്കുന്ന കുറച്ച് ഒരു വലിയൊരു റേഞ്ച് ഓഫ് സർവീസുകളും എന്ത് ചെയ്യുന്നുണ്ട് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കിട്ടുന്നത്. ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്. ജോലിക്ക് വേണ്ടി അത് ജോലിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തരുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്. അതിനൊപ്പം തന്നെ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഒരു വലിയൊരു സർവീസും കൗൺസിലിങ്ങുകൾ നടത്തുന്നുണ്ട്. ജോബ് സെർച്ചിങ് ആൻഡ് ലേബർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, വർക്കേഴ്സിനെ കുറിച്ച് അതിന്റെ പേ റേറ്റ്, അവരുടെ ശമ്പള കാര്യങ്ങൾ, ഇതൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു സർവീസും ഏത് വഴി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോലിയെ കുറിച്ചും അതുപോലെ തന്നെ ജോലിയുടെ വിവരങ്ങളെ കുറിച്ചുമുള്ള ഒരു ക്ലിയറിംഗ് ഹൗസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒപ്പം തന്നെ ഈ സർവീസുകൾ പറഞ്ഞില്ലേ, ഒരു വൈഡ് റേഞ്ച് ഓഫ് സർവീസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടണമെന്ന് പറഞ്ഞില്ലേ. കൗൺസിലിംഗ്, ജോബ് സെർച്ചിങ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ലേബർ മാർക്കറ്റ്, വർക്കേഴ്സ് ആൻഡ് പേ റേറ്റ് ഉണ്ടോ. അപ്പൊ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ തന്നെ നിരവധി എന്താ പറയാ തൊഴിലവസരങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ്, അതും ഈ
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. രണ്ടാമത്തെ സെന്റൻസ് കൂടി. ഡാഷ് പ്രൊവൈഡ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ജോബ് ആൻഡ് ജോബ് ഇൻഫർമേഷൻ. ഏതാണ്? എംപ്ലോയ്മെന്റ് ഓർ ലേബർ എക്സ്ചേഞ്ച്. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന സർവീസുകളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടുന്നുണ്ട്. ഇനി അടുത്തതാണ് സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്കൂളുകള്, കോളേജുകള്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, all these provide opportunity for recruiting their students. അപ്പൊ അവർക്കൊരു ഇതുണ്ട്, അവർക്കുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ സ്കൂൾ വഴി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജ് വഴി നമുക്ക് ജോലിയൊക്കെ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് ഉണ്ടോ? അവർക്കുടെ സ്റ്റുഡൻസ്, അപ്പൊ അവിടെ പഠിച്ച കുട്ടിയല്ലേ, അവർക്കുടെ സ്റ്റുഡൻസിന് അപ്പൊ എന്തെങ്കിലും വേക്കൻസി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവർക്കുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്കൂളുകളും കോളേജും പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ഇത് വഴിയാണ് കണ്ടോ. അവിടെ ആരാണ് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന? ആരാ? ആ ഓർഗനൈസേഷനും കാൻഡിഡേറ്റ്സിനും ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എംപ്ലോയറിനും എംപ്ലോയിക്കും ഇടയിൽ നിൽക്കുന്ന ആരാ? സ്കൂൾ, കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടോ. They also provide the opportunity for recruiting their students. അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. These general and technical professional institutions provide blue collar, white collar and managerial personnel. കണ്ടോ. These general and technical professional institutions എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ? സ്കൂളുകള്, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇല്ലേ, അതെന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ബ്ലൂ കോളർ. ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഓഫീസിന് പുറത്ത് ചെയ്യുന്ന ജോലികളില്ലേ, അങ്ങനെയുള്ള ഒരു ജോലി, ഓഫീസിനൊക്കെ പുറത്ത് ചെയ്യുന്ന ജോലികൾ, അങ്ങോട്ടേക്കുള്ള ബ്ലൂ കോളറിനെ. ക്ലാസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനിവിടെ മെസ്സേജ് ചെയ്തിട്ടു എന്തോ ബ്രേക്ക് ആയിരുന്നത്. മോൾക്ക് മാത്രം എന്നാണോ? ജസ്മിനി ബാലകൃഷ്ണൻ പറഞ്ഞു നെറ്റിന്റെ ഒരു പ്രശ്നം വന്നു, ഇടയ്ക്ക് ഇതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഉള്ളതാ. സ്കൂളുകൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാലോ. അപ്പൊ ഏതെങ്കിലും കമ്പനിയിലൊക്കെ അവസരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ നമ്മൾ പഠിച്ച സ്കൂളിൽ, ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമ്മളെ അറിയിക്കും ഇന്ന സ്ഥലത്ത് ഒഴിവുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ബ്ലൂ കോളറാണ് നമ്മൾ പറഞ്ഞത്. ബ്ലൂ കോളർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിന് പുറത്ത് ചെയ്യുന്ന ജോലികൾ, കുറഞ്ഞ എന്താ പറയാ, ഫിസിക്കലി ഇതായിട്ടുള്ള ജോലികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ഓഫീസ് ക്രമീകരണത്തിനുള്ളിൽ ചെയ്യുന്ന ജോലി, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്, അങ്ങനെയുള്ള ജോലിയിലേക്കും ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസിന് ഉള്ളിൽ ചെയ്യുന്ന ജോലികൾ. അത് മാനേജറിയൽ പേഴ്സണൽസ്, മാനേജറിയൽ സ്റ്റാഫ്. എന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹെഡായിട്ടുള്ള അല്ലെ, ഉയർന്ന ഉത്തരവാദിത്തങ്ങളും സ്ഥാനങ്ങളും ഒക്കെ ഉള്ളവര് വഹിക്കുന്ന വ്യക്തിയാണ് മാനേജറിയൽ പേഴ്സണൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ജോലിയിലേക്ക് ബ്ലൂ കോളർ, വൈറ്റ് കോളർ, മാനേജറിയൽ പേഴ്സണൽസ്, അങ്ങനെയുള്ള ഇതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും ഈ സ്കൂൾ, കോളേജ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഇത് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. പ്രൊഫഷണൽ ഓർഗനൈസേഷൻ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളില്ലേ, പല പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, അവര് വഴിയും ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടേണ്ടെന്ന്. അതുവഴി they keep entire information records about the employed executives. These consulting firms suggest highly competent individuals for managerial, marketing and production engineer posters. ആ ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഈ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ, റിക്രൂട്ടിംഗ് ഫേംസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, പ്രൊഫഷണൽ ഓർഗനൈസേഷന്റെ കയ്യിലുണ്ട് കണ്ടോ. അവരെ കുറിച്ചുള്ള റെക്കോർഡ്സ് അവര് സൂക്ഷിക്കും.
ഈ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങള് മാനേജറിൽ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ എന്നീ തസ്തികയിലേക്കുള്ള ഉയർന്ന കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്തു ഇവര് നിർദ്ദേശിക്കുന്നു. അതുവഴി ഉണ്ടോ മീഡിയേറ്റർ ആണ് അവിടെ നമ്മുടെ കാൻഡിഡേറ്റ്സിനും പിന്നെ അതുപോലെ തന്നെ എംപ്ലോയറിനും ഇടയിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനും ഇടയിലുള്ള മീഡിയേറ്റർ ആണ് ഇത് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഫേംസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, എല്ലാ ഇൻഫർമേഷനും എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാ റെക്കോർഡുകളും അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണോ മാച്ച് ആയിട്ട് വരുന്നത് ഈ കൺസൾട്ടിംഗ് ഫേംസ് എന്ത് ചെയ്യുന്നു, സജസ്റ്റ് ചെയ്യുന്നു. അവരാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഹൈലി കോമ്പിറ്റന്റ് ഇൻഡിവിജ്വൽ ഏതിലേക്ക്, മാനേജറൽ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അവരെന്ത് ചെയ്യുന്നു, അവര് സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഈ എന്ന് പറഞ്ഞത് അടുത്തത് ഏതാ, ട്രേഡ് യൂണിയൻ. തൊഴിലാളി സംഘടനകൾ ഉണ്ട് ഇതില്, ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ട്രേഡ് യൂണിയൻ എന്താ, തൊഴിലാളി സംഘടനകൾ. Trade union offer manual and skilled workers in sufficient quantity. Underline ചെയ്തോ ട്ടോ. ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്യുന്നു, അവര് സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള വർക്കേഴ്സിനെ സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ യൂണിയനിൽ പെട്ടവരൊക്കെ ആണെങ്കിലേ ആ യൂണിയനിൽ പെട്ടവർക്ക് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അവര് നിർദ്ദേശിക്കും, യൂണിയനാ പറയുന്നത് ഇന്ന ആളെ അവിടെ എടുക്കണം എന്നുള്ളത്. യൂണിയനും ഒരു എന്തുണ്ട്, ഒരു എന്താ പറയാ റിക്രൂട്ട്മെന്റില് ഒരു പങ്കുണ്ട്. യൂണിയനും എന്ത് ചെയ്യുന്ന സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ യൂണിയനും ഓഫർ ചെയ്യുന്നുണ്ട്. യൂണിയൻ വഴി in a few organizations formal agreements are made to give priority to the candidates recommended by the trade union during the recruitment process. കണ്ടോ അവിടെ പറഞ്ഞേക്കണോ, ഇനി ചില സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ടാവും. ആരുമായിട്ട് ഈ ട്രേഡ് യൂണിയനുമായിട്ട്, തൊഴിലാളി സംഘടനകളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. എന്താ ആ എഗ്രിമെന്റിൽ എന്താ പറഞ്ഞേക്കണേ, ടു ഗീവ് പ്രയോറിറ്റി, ആർക്ക് മുൻഗണന നൽകണം എന്നാ പറഞ്ഞേക്കണേ, ടു ദ കാൻഡിഡേറ്റ്സ് റെക്കമെൻഡഡ് ബൈ ദ ട്രേഡ് യൂണിയൻ ഡ്യൂറിംഗ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് ട്രേഡ് യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പ്രയോറിറ്റി നൽകണം. അപ്പൊ യൂണിയൻ പറയുന്ന 5 പോസ്റ്റ് ആണെങ്കിൽ 5 പേരെ യൂണിയൻ നിർദ്ദേശിക്കുന്ന ആളെ ആ പോസ്റ്റിലേക്ക് എടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ആ യൂണിയനും ചില ഓർഗനൈസേഷനും തമ്മിലുണ്ട് എന്ന് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ യൂണിയനിൽ പെട്ടവരാണെങ്കിലേ ഇപ്പൊ ഒരു ജോലി വേക്കൻസി ഒക്കെ വന്നാൽ ആ യൂണിയനിൽ നിന്ന് 2 പേരെ എടുക്കണം. അങ്ങനെ ആ യൂണിയനും ഓർഗനൈസേഷനും തമ്മിൽ, ചില ഓർഗനൈസേഷൻ തമ്മിൽ ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ടെന്ന്. അപ്പൊ ആ വേക്കൻസി ആർക്കും കൊടുക്കാൻ ഫില്ല് ചെയ്യാൻ പറ്റില്ല. യൂണിയൻ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് 2 പോസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് കണ്ടോ. ചില ഓർഗനൈസേഷനും അങ്ങനെയുള്ള എന്താ പറയാ ആ ട്രേഡ് യൂണിയനും തമ്മിൽ ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ട്. എന്തിന്, ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആ ഈ യൂണിയൻ റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പ്രയോറിറ്റി നൽകണം. ക്ലിയർ ആയോ? യെസ്. ഇനി അടുത്തതാണ് കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻസ് അറ്റ് ദ ഗേറ്റ്. Casual labor or applicants at the gate. Many industries are dependent on casual labor who daily march in the presence of factory gate or employment office. അതായത് നമ്മുടെ ടെമ്പററി വർക്കേഴ്സ് എന്നൊക്കെ പറയൂലേ, അതായത് പല ഇൻഡസ്ട്രീസും പല ഓർഗനൈസേഷൻസും കാഷ്വൽ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാഷ്വൽ ലേബർ എന്ന് വെച്ചാൽ ഫാക്ടറി ഗേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ദിവസവും തന്റെ സാന്നിധ്യം അറിയിക്കുന്ന കാഷ്വൽ തൊഴിലാളികളെ ആശ്രയിച്ചിട്ടാണ് പല വ്യവസായങ്ങളും എന്ത് ചെയ്യുന്നത്, അവരെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ വർക്ക് സ്മൂത്ത് ആവാനായിട്ട് അവന്റെ ശരിക്കും ആളില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, 2 ദിവസത്തേക്കാണെങ്കിൽ ആ ടെമ്പററി ആയിട്ട് ആളെടുക്കും. ഇങ്ങനെ ഡെയിലി വേജസിനൊക്കെ പോണില്ലേ ആളുകള്, ജോലിക്ക് പോണില്ലേ ഡെയിലി വേജസിനൊക്കെ, ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ പേയ്മെന്റ്, അങ്ങനെയാണ് ഡെയിലി വേജസ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ പല സ്ഥാപനങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടല്ല അവർ നടന്നു പോണത്. ചിലപ്പോ സ്ഥിരം പോസ്റ്റ്, ഇപ്പൊ ഗവൺമെന്റിന്റെ ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരം പോസ്റ്റ് ഒന്നും ചിലപ്പോ പെട്ടെന്ന് ആവില്ല അല്ലെ.
ഒത്തിരി താമസം ഉണ്ടാവും. അപ്പൊ അവിടെ ആ വേക്കൻസി കിടക്കാൻ പറ്റൂല. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ടെമ്പററി പോസ്റ്റിംഗ് നടത്തും. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫാക്ടറി ഗേറ്റിലോ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ദിവസവും തന്റെ സാന്നിധ്യം രേഖപ്പെടുത്തുന്ന കാഷ്വൽ തൊഴിലാളികളെ ആശ്രയിച്ച്, കാഷ്വൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി വർക്കേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് പല സ്ഥാപനങ്ങളും ആശ്രയിക്കുന്നുണ്ട്. അതിന് ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കാഷ്വൽ ലേബർ. ഇനി അടുത്തതാണ് ജി, അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്. അൺകൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞ എന്താ? അൺകൺസോളിഡേറ്റഡ് ഏകീകരിക്കാത്ത ആപ്ലിക്കേഷനുകള് ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ? There are certain job posts for which a small number of candidates apply. ചില ജോബ് പോസ്റ്റിലേക്ക് കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അത് ഏത് ചോദിക്കാം? കുറച്ച് പേര് മാത്രം അപ്ലൈ ചെയ്യുന്നത്. ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ വന്നു, കുറച്ച് പേര് അതിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. അത് ഏത് ജോലിയാ? ഏത് ചോദിക്കാം? ഏത് ചോദിക്കാം? അങ്ങനെ ഏത് ചോദിക്കാം? കുറച്ച് പേര് അപ്ലൈ ചെയ്യണേ, ഒരു അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, പക്ഷെ എന്താ പറയാ, അവിടെ നമുക്ക് കുറച്ച് പേര് അപ്ലൈ ചെയ്യുള്ളൂ. ഏത് ജോലിയാ? ഹൈ റിസ്ക് വർക്കുകള് അല്ലേ? റിസ്ക് ഉള്ള ജോലി. റിസ്ക് വർക്ക് ആണെങ്കിൽ കുറെ പേര് അപ്ലൈ ചെയ്യോ? ചിലരൊക്കെ പേടിയുള്ള മാനേജർ ജോബ്സ്, റിസ്ക് ജോബ് അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഒരു ടാസ്ക് ആണ്, ഒരു 20 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പെയിന്റ് അടിക്കണം. അപ്പൊ അതിലേക്ക് ഇന്ന ദിവസം ഡെയിലി വേജസിൽ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ അതിന് എന്താ പറയാ, സാധാരണ ഇപ്പൊ അതിലേക്ക് കുറെ ആപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല അല്ലെ? അതായത് റിസ്ക് ജോലിക്ക് ആളുകൾ അപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കും. മനസ്സിലായോ? റിസ്ക് ജോലിയാണെങ്കിൽ അതില് ആളുകൾ, എന്നാൽ നല്ല ഫ്രീ ആയിട്ടുള്ള ജോലിയാണ്, സിമ്പിൾ ജോലിയാണ്, വലിയ ടാസ്ക് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ കുറെ പേര് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ റിസ്ക് ജോലിക്ക് എന്താ, വളരെ കുറച്ച് പേരെ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം റിസ്ക് ആണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കി അവിടെ പറഞ്ഞിരിക്കുന്നത് there are certain job posts for which a small number of candidates apply. കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അവിടെ അപ്ലൈ ചെയ്യുള്ളൂ. Okay, in such cases, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? Can search the application forms of those candidates who have approached the organization for vacancy available by their own effort. കണ്ടോ? അപ്പൊ അങ്ങനെ കുറച്ച് പേരെ അപ്ലൈ ചെയ്യുള്ളൂ ആ ഒരു സാഹചര്യം. അപ്പൊ ഒത്തിരി ആപ്ലിക്കൻസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യുന്നു? ആ ലഭ്യമായ ഒഴിവിലേക്ക് ഓർഗനൈസേഷന്റെ സമീപിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ ഫോമുകൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? സ്വയം അതിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തും. അവർ അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് അല്ലെ, അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യും. Who approach the organization for the vacancy available by their own effort. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചില ജോലിക്ക് വളരെ കുറച്ച് പേരെ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ആ സ്ഥാപനം എന്ത് ചെയ്യും? അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, അങ്ങനെയുള്ള ആ ഓർഗനൈസേഷനെ സമീപിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിന്റെ ആപ്ലിക്കേഷൻ ഫോമുകൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ സ്വയം അന്വേഷിച്ച് അതിൽ നിന്ന് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? അവിടെ സെലക്ട് ചെയ്യുന്നു. ആണ് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻ ഫോംസ്. അതായത് എന്താ, അവിടെ നമുക്ക് ഈ എന്താ ഒരുപാട് ആളുകളൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ, റിസ്ക് വർക്ക് കാരണം. അപ്പൊ ഉള്ളതിൽ നിന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് വോളണ്ടറി ഓർഗനൈസേഷൻ. ചില എന്താ പറയാ, സന്നദ്ധ സംഘടനകൾ, ചില സംഘടനകളൊക്കെ, these organizations such as private club, social organization might also supply employee. ഇവരെല്ലാവരും എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയുള്ളത്? ഫിസിക്കലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ളത്, വിധവകള് ഓർ മാരീഡ്
വൺ. ദെൻ ഏജ്ഡ് പേഴ്സൺ, വയസ്സായ ആളുകളെ, റിട്ടയർഡ് പീപ്പിൾ. അപ്പൊ നമ്മള് ക്ലബിലൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ എന്തെങ്കിലും ജോബ് വേക്കൻസി ഒക്കെ വരികയാണ്, നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആണെങ്കിൽ ആ ക്ലബ്ബ് എന്ത് ചെയ്യുന്നു അവരെ, അപ്പൊ നല്ല പഠിച്ചതാണ്, നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു ആ ക്ലബ്ബ് അവർക്കൊരു പ്രിഫറൻസ് കൊടുത്തിട്ട് അങ്ങനെയുള്ള ആ സന്നദ്ധ സംഘടനകള് അവരും എന്ത് ചെയ്യുന്നു ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാനുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ഓക്കെ, ഇതാണ് വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി ഓർഗനൈസേഷൻ അതും ഏതിൽ വരുന്നയാന്ന് പറഞ്ഞേ, നമ്മുടെ തേർഡ് പാർട്ടി മെത്തേഡ്. ഓക്കെ, തേർഡ് പാർട്ടി മെത്തേഡ്. ഇനി അടുത്തതാണ്, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ചില സന്നദ്ധ സംഘടനകള്, അപ്പൊ അവർക്കുടെ ക്ലബിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിലേ ചിലപ്പോ എന്താ പറയാ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള വിഡോകള് ഓർ മാരീഡ് വുമൺ, ഇപ്പൊ മാരീഡ് ആണ് പക്ഷെ എന്തെങ്കിലും ഇതുകൊണ്ടേ അങ്ങനെ എന്താ പറയാ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള വയസ്സായിട്ടുള്ള ആളുകള്, റിട്ടയർഡ് പീപ്പിൾ, ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യുന്നു ആ ക്ലബുകൾ സപ്ലൈ ചെയ്യുന്നു ആ ഓർഗനൈസേഷനിലേക്ക്. ഓക്കെ, പിന്നെ അടുത്തതാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. Computer data banks. When a company need a specific type of employee, job description and job specification are uploaded into the computer where they are matched with the resume data stored there. ഈ കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിക്ക് നമുക്ക് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ജോബ് വേക്കൻസി ഒക്കെ വന്നു, എന്തെങ്കിലും ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് എംപ്ലോയിന് ആവശ്യമുള്ളപ്പോൾ എന്താണ് ആ ഏത് വേക്കൻസി ആണ് അതിനെ കുറിച്ചുള്ള ജോലിയുടെ നിർദ്ദേശങ്ങളും വിവരങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ നമ്മുടെ എംപ്ലോയീസിന്റെ ഡേറ്റാസ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന അറിയോ, ആ ജോലിക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് ഡേറ്റ നോക്കി അറിയാൻ പാടില്ലേ. അപ്പൊ കമ്പ്യൂട്ടർ വഴിയാണ് എന്ത് ചെയ്യുന്നത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ എന്താ പറഞ്ഞത്? ഒരു കമ്പനിയിലേക്ക് പ്രത്യേക ജോലി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ജോലിയുടെ സവിശേഷതകളും വിവരങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യും. ഏത് വേക്കൻസി ആണ്, ഏത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഓൾറെഡി റെസ്യൂം ഉണ്ടാവില്ലേ, ആപ്ലിക്കൻസിന്റെ റെസ്യൂംസ് ഉണ്ടാവില്ലേ, ആ റെസ്യൂമുമായിട്ട് അവർ മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഈ ജോലിക്ക് ഇപ്പൊ ഒരു എംകോം കഴിഞ്ഞതാണ്, അപ്പൊ ആപ്ലിക്കൻസിന്റെ റെസ്യൂം നോക്കിയിട്ട് ഇതിനകത്ത് എത്ര കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻസ് ഈ എംകോം കഴിഞ്ഞവരുണ്ട് അത് നോക്കി, അതിലേക്ക് പിന്നെ പ്രിഫർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളവർ എത്ര പേരുണ്ട്, അങ്ങനെ ആ കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലുള്ള ഡേറ്റാസ് ആ റെസ്യൂംസ് കാൻഡിഡേറ്റ്സിന്റെ റെസ്യൂംസ് അത് നോക്കിയിട്ട് മാച്ച് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്താ കമ്പ്യൂട്ടറിലെ ഡേറ്റ നല്ല കിട്ടിയത്, അപ്പൊ അങ്ങനെ കൊടുക്കുന്നുള്ളത് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. കിട്ടിയോ? ഇതെല്ലാം ഏതില് വരുന്നയാ തേർഡ് പാർട്ടി മെത്തേഡ്സിൽ വരുന്നയാ. ക്ലിയർ ആണോ നോക്കി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി വഴി കാൻഡിഡേറ്റ്സിനെ കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിയൊക്കെ കിട്ടുന്നില്ലേ, ജോലിക്കൊക്കെ ആളുകൾ വിളിക്കുന്നത്. പിന്നെ സ്കൂള് കോളേജ്, അവിടെ ഇന്റർമീഡിയറ്റ് ആരാ, സ്കൂളോ കോളേജോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, പിന്നെ അടുത്തത് പ്രൊഫഷണൽ ഓർഗനൈസേഷനോ റിക്രൂട്ടിംഗ് ഫേംസോ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ് വഴി, പിന്നെ അടുത്തതാണ് ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകൾ. നമ്മൾ പറഞ്ഞില്ലേ ആ ചില കമ്പനികൾ ആ യൂണിയനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അപ്പൊ യൂണിയൻ പറയുന്ന ആളുകളെ എടുക്കണം എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാവും. യൂണിയൻ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് പ്രിയോറിറ്റി കൊടുക്കണം എന്നുള്ള ഫോർമൽ എഗ്രിമെന്റ് ഓർഗനൈസേഷനുമായിട്ട് ആ യൂണിയൻ ഉണ്ടാവും. അപ്പൊ അവര് വഴിയാണ്. പിന്നെ അടുത്തതാണ് കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻസ് അറ്റ് ദ ഗേറ്റ്, ടെമ്പററി വർക്കേഴ്സിനെയൊക്കെ നമ്മുടെ ഡെയിലി വേജസിനൊക്കെ വെക്കുന്നത്. പിന്നെ അടുത്തത് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്, ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻസ്, അതായത് റിസ്ക് വർക്ക് വരുന്ന കാരണം കുറച്ച് പേരെ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, ആ അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യും. പിന്നെ ചില സന്നദ്ധ സംഘടനകളുണ്ട് കണ്ടോ, പല പ്രൈവറ്റ് ക്ലബുകളൊക്കെ. അപ്പൊ അവര് ആ ക്ലബിലെ അംഗങ്ങളായിട്ടുള്ളവരോ ആ ക്ലബിലെ മെമ്പറിന്റെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഡോകളോ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട്, റിട്ടയർഡ് പേഴ്സൺ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് അവര് എന്ത് ചെയ്യുന്നു, ആ പ്രൈവറ്റ് ക്ലബുകൾ പ്രിഫർ ചെയ്യും. ഓക്കെ,
പിന്നെ അടുത്ത കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്. പിന്നെ അടുത്തത് ജെ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അത് വേണ്ട, നമ്മൾ പറഞ്ഞത് തന്നെയാണ് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? ഐ വരെയും പഠിക്കാം കേട്ടോ, അതില് നോക്കി വെക്കാം. ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏതാ? ഇത് മെത്തേഡാ, തേർഡ് പാർട്ടി മെത്തേഡ്. ലാസ്റ്റത്തെ അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നോടെ വന്നേക്കണേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നേക്കണ ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അപ്പൊ ഐ വരെയും പഠിക്കാം കേട്ടോ, തേർഡ് പാർട്ടിയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? എനിക്ക് പറയണത് ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ഇതെല്ലാം അറിയാലോ, ഓരോ സെന്റൻസ് നമുക്ക് ബൈപാർട്ട് ചെയ്തൊന്നും പഠിക്കാൻ പറ്റില്ല, പറയില്ലേ? അപ്പൊ അത് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കണത് വ്യക്തമാക്കി വെക്കുക കേട്ടോ. ഇതിന് മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് പോകുക. നിങ്ങൾ പിന്നെ വായിക്കുമ്പോഴാണെങ്കിലും വൺ വേർഡ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങളും കൂടി ഒക്കെ ഒന്ന് വായിച്ച് അണ്ടർലൈൻ ചെയ്യുക. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നെയുണ്ട്, ഇതിനൊന്നും നമുക്ക് അധികം. പിന്നെ അടുത്തതാണ് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്. എന്തൊക്കെയാണ് ഒരു എക്സ്റ്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ്? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി അവിടെ നിന്ന് ക്യാൻഡിഡേറ്റ്സിനെ എടുക്കണേ പുറത്തു നിന്ന് അല്ലെ? അപ്പൊ അതിന്റെ മെറിറ്റ്സ് എന്താ? ഒന്നാമത് നോക്കിയ വൈഡ് ചോയ്സ്. നല്ല ചോയ്സ് ഇല്ലേ? കമ്പനിയുടെ പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളില്ലേ? മറ്റേതാണെങ്കിലോ ഇന്റേണൽ ആണെങ്കിലോ, ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ കമ്പനിയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരിൽ നിന്ന് കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ലിമിറ്റഡ് ചോയ്സ് ആണ് അല്ലെ? പക്ഷെ ഇവിടെ നോക്കിയേ, എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് പുറത്ത് ഇഷ്ടം പോലെ അല്ലെ കാൻഡിഡേറ്റ്സ് ഉണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് എന്താ, ഒരു വിശാലമായ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും, ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമിന് ചോദിക്കാം, എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ് ഏതൊക്കെയാണ്? വൈഡ് ചോയ്സ്. Organization can freely choose candidates from a huge pool of applicants. ഒരു ഹ്യൂജ് പൂൾ ആപ്ലിക്കൻസിന്റെ ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് ഓർഗനൈസേഷൻ ഫ്രീ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെയാണ് ഇജക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ കമ്പനിയിലേക്ക് ഇജക്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ഇജക്ഷൻ ഓഫ് fresh talent. People with a unique skill and knowledge can be selected to energize the present employee and incorporate creative method of working. ശരിയല്ലേ? ഇപ്പൊ കമ്പനിയിൽ 100 പേരേ ഉള്ളൂ, ഒരാളെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുക. അപ്പൊ അയാളെന്ന് പറഞ്ഞാലേ ആ പ്രസന്റ് എംപ്ലോയിനേക്കായി നല്ല പുതിയതായിട്ട് വരുന്ന ആളല്ലേ? അല്ലെ? ഫ്രഷ് ആണ്, ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്, നല്ല കുട്ടികൾ, നല്ല സ്കില്ലും നോളജും ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ കമ്പനിയുടെ ഉള്ളിലേക്ക് ഇജക്ട് ചെയ്യുമ്പോൾ എന്ത് വെച്ചാൽ പ്രസന്റ് എംപ്ലോയി ഒന്നുകൂടി എനർജറ്റിക് ആവൂലേ അല്ലെ? അപ്പൊ അവര് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, അവര് കുറച്ചും കൂടി നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതും അവരുമായിട്ട് പുതിയ എംപ്ലോയി വന്നില്ലേ, അയാളുമായിട്ട് എന്ത് ചെയ്യുന്നു, സഹകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും തുടങ്ങും. ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് വർക്കിംഗ്. പുതിയൊരാള് പുതിയതായിട്ട് വരികയാണ്, നല്ല കഴിവുള്ള ഒരാള്. അപ്പൊ പ്രസന്റ് എംപ്ലോയി എന്താണ്, അയാളെ കണ്ടിട്ട് നല്ല രീതിയിൽ അവരും അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അയാളുടെ ഒപ്പം നിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതാണ് ഫ്രഷ് ടാലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കമ്പനിയിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ഇൻജെക്ഷൻ. ഇനി അടുത്തതാണ് ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. മോട്ടിവേഷൻ കിട്ടുന്നത് ഇത് പറഞ്ഞപ്പോ അതിന്റെ നോക്കിയേ, ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ് ടു വർക്ക് ഹാർഡ് ആൻഡ് കോമ്പീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. അതുകൊണ്ട് അവരുടെ കരിയർ വികസനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മൾ പുറമേ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരുമായിട്ട് കമ്പനിയുടെ ഉള്ളിലുള്ളവര് എന്ത് ചെയ്യാൻ തുടങ്ങും, കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും, മത്സരിക്കാൻ തുടങ്ങും. കൊള്ളാലോ, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് നിന്നല്ലേ, പുതിയ ആള് വന്നിട്ട് വലിയ ഇതാണല്ലോ എന്നുള്ള ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് മത്സരിക്കാൻ തുടങ്ങും. പുറമേ എന്ന് വരുന്ന എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് അവര് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, ടു വർക്ക് ഹാർഡ്, നല്ലോണം വർക്ക് ചെയ്യാൻ, അവരെ പോലെ വർക്ക് ചെയ്യാൻ. കണ്ടോ, ഇന്റേണൽ എംപ്ലോയീസിന് അപ്പൊ എന്തിനാ, കമ്പനിയിൽ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും കരിയറിന്റെ അവരുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മത്സരിക്കാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു മോട്ടിവേഷൻ ആണ്. പുതിയൊരാള് വരുമ്പോഴേ ഒരു മോട്ടിവേഷൻ കിട്ടൂലേ അയാളെ പോലെ ആവാൻ. അപ്പൊ അങ്ങനെ നോക്കിയാൽ highly competent environment like this would assist the employee to work the best of his ability as
he can. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വരുമ്പോഴേ എംപ്ലോയി എന്ത് ചെയ്യും? പ്രസന്റ് എംപ്ലോയി എന്ത് ചെയ്യും? അവര് അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നല്ല രീതിയിൽ അയാളെ പോലെ ആവാൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ അയാളെ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. Okay, highly competent environment like this would assist the employee to work the best of his ability and as he can. ഇനി നോക്കിയാൽ അടുത്തത് ലോങ് ടൈം ബെനിഫിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് ദീർഘനാളത്തേക്കുള്ള ഒരു ബെനിഫിറ്റ്സ്? ലോങ് ടൈം ബെനിഫിറ്റ്. If the competent individual will join the organization, they can generate new ideas. Like പുതിയ കാൻഡിഡേറ്റ്സ് കമ്പനിയിലേക്ക് വരുമ്പോൾ അവർ പുതിയ പുതിയ ഐഡിയാസ് സൃഷ്ടിക്കാൻ തുടങ്ങും, അല്ലെ? പുതിയ പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ ഇതൊക്കെ കൊണ്ടുവരാൻ തുടങ്ങും. ഇത് can create a competitive atmosphere. ഒരു അപ്പൊ എന്താ പ്രസന്റ് എംപ്ലോയിയുമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും, which would force employee to give out their best, get benefits, get promotions, etc. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് ആ പ്രസന്റ് എംപ്ലോയിനെ ഫോഴ്സ് ചെയ്യും. എന്തിന്? അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാൻ, അല്ലെ? പിന്നെ ബെനിഫിറ്റ്സുകൾ നേടാൻ, പ്രൊമോഷൻ കിട്ടാനും ഒക്കെ ഇത് സഹായിക്കും. അതായത് ലോങ് ടൈം ബെനിഫിറ്റ്, ദീർഘനാളത്തേക്ക് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ കമ്പനിയുടെ പുറത്തുള്ള ഒരാളെ നിയമിക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അയാള് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവര് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരും. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഈ പ്രസന്റ് എംപ്ലോയിയും ഇപ്പൊ വന്ന ആളും തമ്മിൽ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. അപ്പൊ എംപ്ലോയീസിന് എന്ത് ചെയ്യും? ആ പ്രസന്റ് എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യും, അല്ലെ? എന്തിനാ? അവരുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ, അതിന്റെ അനുസരിച്ച് അവർക്ക് ബെനിഫിറ്റ്സുകൾ നേടാൻ, ഗെറ്റ് പ്രൊമോഷൻസ് നേടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത്രയാണ് ഇവിടെ മെറിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് ആ പോയിന്റ്സുകൾ 4 എണ്ണവും നോക്കി വെക്കുക. മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്, കമ്പനിയുടെ പുറത്തു നിന്ന് ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ പുറത്തു നിന്നാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ മെറിറ്റ്സ്? എന്തൊക്കെ ഗുണം? ഒന്നാമത്തെ കമ്പനിക്ക് എന്താ ഗുണം? നല്ലൊരു വിശാലമായ ചോയ്സ് ഉണ്ട്, വൈഡ് ചോയ്സ് ഉണ്ട്. പിന്നെ എന്താ? ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, ഫ്രഷ് ടാലന്റ് ആയിട്ടുള്ള, അല്ലെ, പുതിയ എംപ്ലോയീസിനെ എന്ത് ചെയ്യാം? കമ്പനിയിലേക്ക് ഇൻജെക്ഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് അത് നമ്മുടെ പ്രസന്റ് എംപ്ലോയിക്ക് ആ പുതിയ ആള് എന്ന് പറഞ്ഞ ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്, അല്ലെ? അയാളെ പോലെ ആവാൻ നോക്കും, ഒരു മോട്ടിവേഷൻ ഫോഴ്സ് കിട്ടും. പിന്നെ അടുത്തത് അതുവഴി എന്താണ്? ഈ നമുക്ക് അതിന്റെ കഴിവുള്ള ഇൻഡിവിജ്വൽസ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കും. അപ്പൊ പഴയവരുമായിട്ടൊരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ലോങ് ടൈം ബെനിഫിറ്റ് എംപ്ലോയിക്ക് നേടാനും പറ്റും. ക്ലിയർ ആയില്ലേ 4 കാര്യങ്ങള്? ഇനി അടുത്തത് ഡീമെറിറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. മനസ്സിലാക്കി പോണില്ലേ? ഇന്ന് കുറച്ചായിട്ട് എടുത്തോളൂ, നമ്മള് 2 പേജ് ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്പീഡ് കൂടുതലുണ്ടോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ, അല്ലെ? ആ ലാസ്റ്റത്തേല് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി ഡീമെറിറ്റ്സ് ആണ്, അത് നമുക്ക് അടുത്ത കേട്ടോ. എന്നാലും ഒന്ന് വായിച്ചു വെക്കണോട്ടെ. ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം ഓക്കെയാണ്, എങ്കിലും നിങ്ങളൊന്ന് വായിച്ചുകൂടി വെക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആകും കേട്ടോ. മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്, നല്ല വിശാലമായ ചോയ്സ് ഉണ്ട്, അല്ലെ? ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് പുറത്തില്ലേ? അപ്പൊ അതുകൊണ്ട് കമ്പനിക്ക് നല്ല ചോയ്സ് ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള, നല്ല സ്കില്ലുള്ള, നല്ല നോളജ് ഉള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും? അവര് അയാളെ കണ്ട് നല്ലൊരു എനർജറ്റിക് ആവും, അയാളുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും തുടങ്ങും. പിന്നെ പുതിയൊരാൾ വരുമ്പോൾ അയാൾ പഴയ ആ പ്രസന്റ് എംപ്ലോയി ഒരു മോട്ടിവേഷൻ അല്ലേ അയാളെ കാണുമ്പോ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ആ എംപ്ലോയി അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എന്താണ്? പ്രസന്റ് എംപ്ലോയിക്ക് ഒരു ലോങ് ടൈം ബെനിഫിറ്റ് ആണ്. അത് എന്താ പറഞ്ഞേക്കണേ? പുതിയൊരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വല് ജോയിൻ ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ അവിടെ കൊണ്ടുവരും, അല്ലെ? അപ്പൊ എന്താണ്? ഒരു ചെറിയ കുശുമ്പൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും നാള് 5 വർഷം നമ്മൾ കമ്പനിയിൽ നിന്ന ഒരു പുതിയൊരാൾ വരുമ്പോ ഒരു ചെറിയൊരു കുഞ്ഞ് അസൂയൊക്കെ വരും, അല്ലെ? അപ്പൊ എന്നാ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അവര് തമ്മിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യുന്ന പ്രസന്റ് എംപ്ലോയിനെ ഫോഴ്സ് ചെയ്യും, നല്ല രീതിയിൽ
ചെയ്യാനായിട്ട് അല്ലെ. നല്ല രീതിയിൽ ഇയാളെക്കായി നന്നായിട്ട് ചെയ്യണം എന്നുള്ള തോന്നൽ വരുമ്പോ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് ബെനിഫിറ്റ്സും പ്രൊമോഷനും ഒക്കെ കിട്ടാനും പറ്റും. ഓക്കെ, ലോങ് ടൈം ബെനിഫിറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.